നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ D5 റെൻഡർ എന്ന റിയൽ ടൈം റെൻഡറിങ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പഠിച്ചത്. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, ഇതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇതിപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ സ്കെച്ചപ്പിനകത്തേക്ക് D5 റെൻഡറിൻ്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ടൂൾസുകളാണ് അതിനകത്തുള്ളത്, ഇതെല്ലാമാണ് ഈ ഒരു എപ്പിസോഡിൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. കൂടുതൽ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. ഞാനിവിടെ സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. സ്കെച്ചപ്പ് ഫയൽ ഓപ്പൺ ആക്കുമ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിൻസ്, D5 റെൻഡറിൻ്റെ പ്ലഗിൻസ് ഇതുപോലെ ഇവിടെ വരും. അഥവാ ഇതുപോലെ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ വ്യൂവിൽ പോവുക, അവിടെ ടൂൾ ബാർ സെലക്ട് ചെയ്യുക. ടൂൾ ബാറിനകത്ത് കണ്ടോ D5 ലൈറ്റ്, D5 ലൈവ് സിങ്ക് എന്നുള്ള ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ കറക്റ്റായിട്ട് വരില്ല, ചിലപ്പോൾ ഇങ്ങനെ താഴെയും മുകളിലും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് കാണുന്നത് കണക്ട് ടു D5 റെൻഡർ എന്നുള്ള. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് D5 റെൻഡറുമായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്നത് സിങ്ക് ഓൺസ് എന്നുള്ള ഒരു ബട്ടണാണ്. തൊട്ടിപ്പുറത്തായിട്ട് ലൈവ് സിങ്ക് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സിങ്ക് വ്യൂ പോയിന്റ് എന്നുള്ള ഒരു ബട്ടൺ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് സിങ്ക് സോളാർ പൊസിഷൻ എന്നുള്ള ഒരു ബട്ടൺ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്നത് സെൻഡ് സീൻസ് എന്നുള്ള ബട്ടൺ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ലൈറ്റ് ടൂൾ ബാർ എന്നുള്ള ബട്ടൺ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് എക്സ്പോർട്ട് ബട്ടൺ. ഇത് സെറ്റിംഗ്സ് ബട്ടൺ, പിന്നെ ഹെൽപ്പ് സെന്റർ ബട്ടൺ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ D5 ലൈറ്റ് എന്നുള്ളതിൽ പോയിന്റ് ലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്, റെക്ടാങ്കിൾ ലൈറ്റ് ഉണ്ട്, ഡിസ്ക് ലൈറ്റ് ഉണ്ട്, ഷോ ഹിഡ് ആൾ ലൈറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇപ്പോൾ അത്യാവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ബട്ടൺ ലൈറ്റ് ടൂൾ ബാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ആക്കി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഈ ഒരു മോഡലിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ D5 ലൈവ് സിങ്ക് എന്നുള്ളതിൽ ഞാൻ ഇത് കണക്ട് ടു D5 റെൻഡർ ക്ലിക്ക് ചെയ്യുകയാണ്. പക്ഷേ അത് കണക്റ്റ് ആവില്ല, വാണിംഗ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫയലിനെ ഒരിടത്തും സേവ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ ഫയലിനെ എവിടെയെങ്കിലും സേവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഫോൾഡർ എടുക്കുക, എന്നിട്ട് അതിന് D5 എന്ന് കൊടുക്കുക. ഇതിനകത്തേക്ക് ആവണം നമ്മൾ സേവ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു വർക്ക് ചെയ്ത് അത് സേവ് ചെയ്ത് നമ്മൾ അത് D5 റെൻഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വർക്കിൽ കൊടുത്തേക്കുന്ന ടെക്സ്റ്ററും എല്ലാം കൂടെ ഒരു ഫോൾഡറിനകത്ത് സേവ് ആവും. നമ്മളിപ്പോൾ ഒരു ഫയലിനകത്ത് ഇത് സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോയി സേവ് ആവും. പിന്നെ നമുക്കത് എടുക്കാൻ വളരെ പാടായിരിക്കും. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഇത് ഫയൽ സേവ് ചെയ്യാൻ പോവുകയാണ്. ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. ഇവിടെ D5 ഒന്ന് കൊടുത്ത് ഞാൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. വരത്തില്ല. കാര്യം എന്താണ്, ഇവിടെ ഒരു മോഡലും ഇല്ല. അപ്പോൾ മോഡൽ വരച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് ഓൺ ചെയ്താൽ മതി. മനസ്സിലായോ? മോഡൽ ഇല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. പക്ഷേ നമുക്ക് എൻസ്കേപ്പിലാണെന്നുണ്ടെങ്കിൽ മോഡൽ ഇല്ലെങ്കിലും നമുക്ക് ഓണാക്കി വച്ചുകൊണ്ട് തന്നെ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒരു മോഡൽ ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുക്കുകയാണ്. ഓക്കെ, ബോക്സ് കൊടുത്തു. ഇനി ഞാൻ ഇത് D5 റെൻഡർ ക്ലിക്ക് ചെയ്യുകയാണ്. കുറച്ച് സമയമെടുക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. സെലക്ട് സിങ്ക് പ്രോജക്റ്റ് എന്നുള്ളത്. ഇതിൽ സിങ്ക് ലോക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റ് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. അത് ആവശ്യമില്ല. നമുക്ക് വേണ്ട ന്യൂ പ്രോജക്റ്റ് ആണ്. അപ്പം ന്യൂ പ്രോജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇതിപ്പം സ്കെച്ചപ്പ് ഫയൽ ഇപ്പം വലുതായിട്ട് കിടക്കുന്നു. അതിന് ഞാൻ ഒരു സ്ക്രീൻ തന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം ആക്കത്തക്ക വിധത്തിൽ ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇങ്ങനെ നമുക്ക് മൗസ് കൊണ്ട് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ മിനിമൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഒരേ ലെവലിൽ വന്നത്. ഇപ്പം നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഇതാണ്ടോ മൗസ് നീക്കുന്നതനുസരിച്ച്, അതായത് ആ ഒരു ഒബ്ജക്റ്റിനെ സൂമും സൂം ഔട്ടും ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ അത് ലൈവായിട്ട് കാണാം അല്ലേ. ഇനി ഞാൻ ഇവിടെ ഈ ഒരു സിങ്ക് വ്യൂ പോർട്ട് എന്നുള്ളത് ഓഫ് ചെയ്യുകയാണ്.
ഈ ക്യാമറയുടെ സിമ്പലുള്ള ഇത് ഓഫ് ചെയ്തു. ഇനി ഞാനിതൊന്ന് മൂവ് ചെയ്യിക്കുകയാണ്. കണ്ടോ, ഇവിടെ മൂവ് ആവും, പക്ഷെ ഇവിടെ മൂവ് ആവത്തില്ല. പക്ഷെ ഞാനിവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ, അതൊക്കെ ഇവിടെ എഡിറ്റ് ആവുന്നുണ്ട്. പക്ഷേ മൂവ്മെൻ്റ് ഇല്ല. ഇപ്പം നമ്മളെപ്പോഴും ഈ മൂവ്മെൻറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാഫിക്സ് കുറച്ച് ഓവർലോഡായിട്ട് എടുക്കുകയും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യാൻ കുറച്ച് സമയം വരെയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ക്യാമറയുടെ ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് വരില്ല. നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. പക്ഷേ ഇതിവിടെ എഡിറ്റ് ചെയ്യണമല്ല നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രയും ഗ്രാഫിക്സ് കാർഡിൻ്റെ അത്രയും ഒരു എഫർട്ട് അവിടെ കുറഞ്ഞിരിക്കും. മെയിനായിട്ട് ഈ ഒരു ലൈവ് സിങ്ക് എന്നുള്ള ഈ ഒരു സാധനം നിങ്ങൾ ഓഫ് ചെയ്യരുത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് എഡിറ്റ് ചെയ്താലും അതവിടെ കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അത് എഡിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കിവിടെ കാണണമെന്നുള്ളത്. ഇത് ഓഫും ഓണും ഒക്കെ ചെയ്യുമ്പോഴാണ് കാണുകയും കാണാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തു. ഞാൻ ഇത് മാത്രം ക്യാമറ വ്യൂ പോയിന്റ് മാത്രം ഞാൻ ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്നത് കാണത്തില്ല, പക്ഷേ ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ പഴയതുപോലെയായി. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന D5 റെൻഡറിൻ്റെ ഈ ഒരു പേജ് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ പേജിൻ്റെ ഈ രണ്ട് സൈഡിലും നമുക്ക് എഡിറ്റിങ്ങിനുള്ള സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വർക്ക് ഏരിയ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നത് നമുക്കല്ല അല്ലെന്നുണ്ടെങ്കിൽ 2 സ്ക്രീൻ വേണം. 2 മോണിറ്റർ സ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്നിൽ സ്കെച്ചപ്പും ഒന്നിൽ നമുക്ക് D5 റെൻഡറും കൂടെ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. 2 മോണിറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് 2 സോഫ്റ്റ്വെയറും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു D5 റെൻഡർ ഇങ്ങനെ കാണുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം നമ്മുടെ വർക്ക് മാത്രം, കാരണം എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന വർക്ക് മാത്രം കാണാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നമ്മുടെ കീബോർഡിൽ F9 എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ F9 എന്നുള്ള കീ പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ആ 2 സൈഡിലുള്ള എഡിറ്റിംഗ് ബോർഡേഴ്സ് എല്ലാം അങ്ങ് മാറി നമുക്ക് നമ്മുടെ വർക്ക് മാത്രമായിട്ട് നമുക്ക് ഇതായി ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലുതായിട്ട് നമ്മുടെ ആ ഒരു മോഡൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തിരിച്ച് ആ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ F9 തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ നമുക്ക് ആ എഡിറ്റിംഗ് സൈഡെല്ലാം ഇവിടെ അതുപോലെ കിട്ടും. അപ്പോൾ ഈ F9 എന്നുള്ള കീ മറക്കാതിരിക്കുക. ഞാനിപ്പോൾ F9 ഒന്നുകൂടെ പ്രസ് ചെയ്ത് നമുക്ക് ആ മോഡലൊന്ന് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാം. ഇതിനകത്ത് ഒരു ചെറിയൊരു എഡിറ്റിംഗ് നടത്തുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ഇതിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് ടെക്സ്ചർ അപ്ലൈ ചെയ്യാണ്. ഇനി ഇതിനകത്തേക്കായിട്ട് ഞാൻ മറ്റൊരു ടെക്സ്ചറും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാകുന്ന ഡൗട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ ഇത് ഇപ്പം ഈ സൈഡെല്ലാം നമ്മൾ F9 കൊടുത്ത് ക്ലോസ് ചെയ്തേക്കണോണ്ട് ഇത് കുറച്ച് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇത് കണ്ടോ, കൂടുതലായിട്ട് ഇതിങ്ങനെ വർക്ക് ആവുന്നതുകൊണ്ട് കമ്പ്യൂട്ടറിനൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്കിതിപ്പം എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ അതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോഴത്തേക്ക് അതങ്ങനെ ഇരുന്നോളും. നമുക്കിവിടെ മാത്രം നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും നടത്തിയാൽ മതി. ഇനി ഞാനിത് സേവ് ചെയ്യാണ്. ഞാൻ അവിടെ സേവ് ചെയ്തപ്പോൾ കണ്ടോ D5 റെൻഡർ കണ്ടോ, നമ്മൾ D5 എന്ന് പറഞ്ഞാൽ ഫോൾഡറിനകത്താണല്ലോ സ്കെച്ച് ഫയൽ സേവ് ചെയ്തേക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് D5 റെൻഡർ ആ ടെക്സ്ചർ അല്ല ഇതാ ഒരു ഫോൾഡറാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇപ്പോൾ നമ്മളിങ്ങനൊരു ഫോൾഡർ ഉണ്ടാക്കാതെയാണ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് മറ്റെവിടെയെങ്കിലും പോയി കിടക്കും. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ഫയൽ തുടങ്ങുമ്പോൾ അതിനൊരു പേജ് ഉണ്ടാക്കിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആ നമ്മൾ ചെയ്യുന്ന വർക്കിനെ സേവ് ചെയ്യുക. അപ്പോൾ D5 റെൻഡർ കറക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ വരുന്ന ടെക്സ്ചർ നമ്മൾ ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ടെക്സ്ചേഴ്സ് അതിന് കൊടുക്കും. അപ്പോൾ അതെല്ലാം അതൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അത് സേവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് പേജിലേക്ക് എത്താനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതായത് സ്കെച്ചപ്പും അതുപോലെ D5 റെൻഡറും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് ഇട്ടുകൊണ്ട് തന്നെ ഈ ടെക്സ്ചറിൻ്റെ ബംപ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഇങ്ങനെ വരും. നമ്മൾ ഈ ടെക്സ്ചറിനെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഈ 2 സ്ക്രീനും കൂടെ ഓൺ ചെയ്തിട്ട്, കാരണം എല്ലാവരുടെയും കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്.
രണ്ട് സ്ക്രീനും കൂടെ ഓൺ ചെയ്തിട്ടുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം സ്കെച്ചപ്പിൽ കംപ്ലീറ്റ് മോഡലിംഗ് തീർത്തതിന് ശേഷം അതിനെ സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ട് D5 റെൻഡറിനെ സേവ് ചെയ്തിട്ട് D5 റെൻഡർ മാത്രമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം അങ്ങനത്തെ ബമ്പ് എഫക്റ്റും റിഫ്ലക്ഷനും ഒക്കെ കൊടുക്കാൻ. കമ്പ്യൂട്ടറിന് പ്രശ്നം വരാത്ത രീതിയിൽ ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ബമ്പ് എഫക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്തൊക്കെ അല്ലാതെ കൊടുത്ത് നോക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു 3D ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണമല്ലോ, ഇവിടെയൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് കൊള്ളാമോ, അതോ ലൈറ്റ് ഇങ്ങോട്ട് മാറ്റിക്കൊള്ളാം. നമ്മൾ D5 റെൻഡറിൽ കൊണ്ടുപോയി ചെയ്തിട്ട് അയ്യോ ഈ ലൈറ്റ് ഇങ്ങനെ കൊടുത്താൽ പറ്റില്ല, പിന്നെ തിരിച്ച് സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് ലൈറ്റൊക്കെ കൊടുത്തൊന്ന് നോക്കാം, നമുക്കൊന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? കാരണം ഇവിടെ ഓൾറെഡി അവർ ലൈറ്റ് തന്നിട്ടുമുണ്ട്, D5 ലൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇപ്പം ഇതിലേതെങ്കിലും ഒരു ലൈറ്റ്, ഇപ്പം ഏത് ലൈറ്റ് എടുത്താലും നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ സ്പോട്ട് ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് വേണ്ട, നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് മതി എന്നൊക്കെ തോന്നുന്നെങ്കിൽ നമുക്ക് അതിനകത്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് എടുത്താൽ മതി. എല്ലാ ലൈറ്റും നമ്മളെടുത്ത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഞാൻ എന്തായിരുന്നാലും ഈ ഒരു സ്പോട്ട് ലൈറ്റ് എടുക്കുകയാണ്. അതെടുത്ത് ഞാൻ അകത്തായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഓൾറെഡി ഇവിടെ ആ ഒരു ലൈറ്റിൻ്റെ പ്രകാശം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് മുഖാന്തരം അഭിപ്രായങ്ങൾ അറിയിക്കുക. എങ്കിലേ എനിക്ക് ഈ വീഡിയോയുടെ അടുത്ത എപ്പിസോഡുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അത് മാത്രമല്ല ഇനി എന്തെങ്കിലും ഞാൻ തെറ്റായിട്ടാണ് പറയുന്നത്. ചിലർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കാം ഈ D5 റെൻഡറിനെ പറ്റി. അപ്പോൾ എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് മുഖാന്തരം എന്നെ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ലൈക്കും തരണം കേട്ടോ. കാരണം ഇത്രയും കഷ്ടപ്പെട്ടൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് എനിക്ക് ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ എനിക്ക് അങ്ങോട്ട് ആ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ക്ലാസ്സിലേക്ക് പോകാം. ഇത് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് കമൻറ്റ് കൊടുത്തിട്ട് ഇതിന് വേണമെങ്കിൽ അങ്ങോട്ടോ മുകളിലോട്ടോ താഴോട്ടോ വേണമെങ്കിൽ എങ്ങനെ വേണോ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ഞാൻ നീക്കുന്നതനുസരിച്ച് അവിടെ അതുപോലെ നീങ്ങുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് D5 റെൻഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് F9 പ്രസ് ചെയ്യാം. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം വന്നു. ഞാൻ ഈ ലൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റ് എത്ര ഇതിൽ വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ ലൈറ്റ് ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വേറൊരു ലൈറ്റാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു പോയിന്റ് ലൈറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നമുക്ക് D5 റെൻഡറിൽ തന്നെ പോയിട്ട് നമ്മൾ ആ പോയിന്റ് ലൈറ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തില്ലേ ആ ഒരു സ്പോട്ട് ലൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത്, ഒബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലൈറ്റ് ആട്രിബ്യൂട്ട് എന്നുള്ള ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ലൈറ്റാണോ നിങ്ങൾക്ക് വേണ്ടത്, ഞാനിപ്പോൾ പോയിന്റ് ലൈറ്റ് എന്ന് കൊടുക്കുന്നു. പോയിന്റ് ലൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അത് പോയിന്റ് ലൈറ്റ് മാറി. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കണമെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം എന്ത് വേണമെങ്കിലും നമുക്കിവിടെ മാറ്റാം. ഇപ്പം ഡിലീറ്റ് ചെയ്ത് പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട, അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ഇതൊന്ന് നോക്കാം എന്താണെന്ന്. അതായത് ഈ സിങ്ക് സോളാർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇവിടെ വരികയാണ്. അതായത് നമ്മൾ ഷാഡോ ഇവിടെ ഓൺ ചെയ്തിടണം. കാരണം സ്കെച്ചപ്പിലെ ഷാഡോ അത് ഓൺ ചെയ്തിട്ടാൽ മാത്രമേ നമുക്കിത് എന്തെന്ന് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ ഷാഡോ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഷാഡോ ഓൺ ചെയ്തു. എന്നിട്ട് ഞാനത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ സിങ്ക് സോളാർ പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, ഇവിടുത്തെ അതേ ഷാഡോ തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. നമ്മളിവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാലും അത് കറക്റ്റായിട്ട് നമ്മുടെ D5 റെൻഡറിൽ കിട്ടുന്നു. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എന്തിനുള്ളതാണ്? സിങ്ക് സോളാർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഷാഡോയും നമ്മൾ ആ പൊസിഷൻ സ്കൈലൈറ്റും പൊസിഷനും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ളതാണ്. ഇപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഒരു ചേഞ്ചും അവിടെ സംഭവിക്കുന്നില്ല D5 റെൻഡറിൽ. അപ്പോൾ അതിനുള്ള ഇതാണ് ഈ കാണുന്ന ബട്ടൺ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ?
DeFi റെൻഡറിൻ്റെ പ്ലഗിങ്, അതായത് സ്കെച്ചപ്പിനകത്ത് വർക്ക് ചെയ്യുന്ന DeFi റെൻഡറിൻ്റെ പ്ലഗിങ്ങിനെ പറ്റി ഞാൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് മുഖാന്തരം എന്നെ അറിയിക്കുക. അതുപോലെ ലൈക്കും തരിക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കാരണവും കൂടെ നിങ്ങൾ കമൻറ്റ് മുഖാന്തരം എന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് തൊട്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞാനത് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു തരികയൊക്കെ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ആ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ടാവുകയുള്ളൂ. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു ട്രാവൽ വീഡിയോ ചെയ്യുമ്പോഴല്ല ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നത്. കുറേ സമയം അതിനുവേണ്ടി ചിലവഴിച്ചാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുമ്പിൽ നല്ല ക്വാളിറ്റിയിൽ, എന്നാണ് എൻ്റെ വിശ്വാസം, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോകൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ നമ്മൾ ഈ ഗുരുകുലം എന്ന് പറയുന്ന ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകളുണ്ട് ഈ സ്കെച്ചപ്പ് റെൻഡർ ചെയ്യുന്നതായിട്ടുള്ള, അതായത് ട്വിൻമോഷൻ, ലൂമിയോൺ, വീറേ, എൻസ്കേപ്പ്, DeFi റെൻഡർ, അങ്ങനെ കുറേ ഒന്നിലധികം iRender, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ട്യൂട്ടോറിയലായിട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ എൻസ്കേപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, വീറയൊക്കെ പകുതി, ലൂമിയോൺ പകുതി, ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ഇത് കൊള്ളാമെന്നോ അതോ ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകണമെന്നോ ഒന്നും നിങ്ങൾ പറയാത്തതുകൊണ്ടാണ് ഞാൻ അയ്യോ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം ഞാൻ എന്തിന് മെനക്കെട്ട് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ അതൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പുതിയ സാധനങ്ങൾ, അതായത് DeFi റെൻഡറിനെ പറ്റി കൂടുതൽ മലയാളത്തിൽ വീഡിയോകൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കിയപ്പോഴും കുറച്ച് വീഡിയോകളൊക്കെ ഉള്ളു. അപ്പോൾ അതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതും നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പാതി വഴി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് മുഖാന്തരം ഇങ്ങ് പോരട്ടെ. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കുകളും വാരിക്കോരി ഇങ്ങിടുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കറിയാവുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാരിക്കോരി അങ്ങോട്ട് വിതറിത്തരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ട്യൂട്ടോറിയലായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.